ഹായ് ഫ്രണ്ട്സ്, ഉമ്മാൻ്റെ കൈപ്പുണ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും എൻ്റെ അവതരണവും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ്, കുറ്റങ്ങളുണ്ടെങ്കിൽ എന്നെ കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കേണ്ടതാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വീട്ടിൽ അൽഫാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും വെറൈറ്റി സ്റ്റൈലിൽ, ഗ്രീൻ സ്റ്റൈലാണ് ഞാൻ ഇന്ന് അൽഫാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കോഴി കിട്ടി കേട്ടാ. എത്ര കിലോ ഉണ്ട്? 5 കിലോ ഉണ്ട്. പരിപാടി ഒക്കെ നമുക്ക് അൽഫാമിന് കണക്കായിട്ട് കട്ട് ചെയ്തിനാ? അൽഫാം എല്ലാം കറക്റ്റാണ്. 5 കിലോ കോഴി, മുഴുവൻ കോഴിയാണ്. ഇറച്ചിയായിട്ട് കിട്ടിയത് 3 കിലോ കോഴിയാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം കഴുകിയെടുക്കാം. ഇത് അൽഫാമിന് വേണ്ട ഒരു കോഴി 4 പീസായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതാദ്യം കഴുകിയെടുക്കാം. വെള്ളമൊഴിച്ച് കഴുകാം. ഇതിൻ്റെ നെയ്യെല്ലാം കളയണം. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നമ്മളെ കോഴിയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അൽഫാമിന് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അതിങ്ങനെ കീറിയെടുക്കണം. നല്ലോണം വരഞ്ഞെടുക്കാം. മസാല ഉള്ളിലെല്ലാം ചേർത്താം. ചിക്കൻ ഈ ലെവലിൽ കിട്ടണം. അടുത്ത കാല് അത് നല്ലോണം വരയ്ക്കാം. അതുപോലെ നല്ലോണം അടിച്ച് അമർത്തി പരത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ എല്ലാ ചിക്കനും ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് മസാല ഇടാം. വേണ്ടി ഞാനൊരു 100 ഗ്രാം മല്ലിയില, 100 ഗ്രാം പച്ചമുളക്, പിന്നെ ഒരു 3 ഉള്ളി, ഒരു 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, ചെറുനാരങ്ങ. ഇനി ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിലെല്ലാം എല്ലാ ചേരുവകളും ഒന്നിച്ച് ഒരു ജാറെടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാനാണ്. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാനൊരു ജാറെടുത്തിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ എല്ലാ ചേരുവകളും ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് തൈരും കൂടി ഞാൻ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്കിനി ചിക്കനിൽ മസാല ഇടാം. ഞാൻ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് ഒരു പാത്രത്തിലോട്ട് ചേർക്കുന്നുണ്ട്. അടിപൊളി പച്ച കളർ മസാല. ഞാനിതിൽ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് ഒരു 2 ചെറിയ പാക്കറ്റ് മാഗി ക്യൂബിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഞാനിതിൽ 2 സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ എന്ന് വെച്ചാൽ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ കണക്കുണ്ടാവും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഓരോ പീസ് ചിക്കൻ ഇതിലിട്ടിട്ട് പെരക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മസാല എല്ലാം ചിക്കനെല്ലാം നല്ലോണം പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെച്ചിട്ട് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ ചൂടാനുള്ളത് ഏകദേശം സമയമായിട്ടുണ്ട്. ആൾക്ക് ചാർക്കോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ചാർക്കോൾ വാങ്ങിച്ചിടാം. ഞാൻ ചാർക്കോൾ വാങ്ങിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ് ചിരട്ട വെച്ച് കണലുണ്ടാക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചുട്ടെടുക്കാം. നമ്മൾ തീ ഇട്ടിട്ടുണ്ട്. മഴ കാരണം വിറകെല്ലാം നല്ല നനവാണ്, അതുകൊണ്ട് കത്തി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, ഞാൻ ചിക്കൻ സെറ്റ് ചെയ്യാൻ ഗ്രില്ല് എടുത്തിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ മുകളിൽ ഞാൻ ഒരു ഇല വെച്ചിട്ടാണ് ഗ്രില്ല് വെക്കുന്നത്, ചിക്കൻ വെക്കുന്നത്. ഇലൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കാം. 2 ഇല എടുത്തിട്ടുണ്ട്, മേലെല്ലാം താഴെ വെച്ച് 2 ഇലയിൽ ഓയിൽ പുരട്ടി നമുക്ക് ചിക്കൻ ഇതിൽ സെറ്റ് ചെയ്യാം. ചിക്കൻ അങ്ങനെ ഗ്രില്ലിൽ മൂടി. അപ്പോൾ അടുത്ത ഒരു ഗ്രില്ലും കൂടി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ഗ്രില്ലാണ് എടുത്തിരിക്കുന്നത്. അതിലും ഞാൻ വാഴൻ്റെ ഇല മുറിച്ച് കഴുകി കൊണ്ടുവന്നതാണ്. എന്തോരത്തെ ഇല വിരിക്കുക. അങ്ങനെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക ഇലയിൽ മൊത്തത്തിൽ. അടുത്ത ഗ്രില്ലിൽ ചിക്കൻ വെച്ചിട്ട് ആണ് ഇതിൽ 4 പീസ വെച്ചിട്ടുള്ളത്. ഇത് ഇല വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒരു ഇലയും കൂടി വെച്ചിട്ട് നമുക്ക് അടക്കാം. നമ്മൾ ഗ്രില്ല് കനലിൽ ഏകദേശം ആയിട്ടുണ്ട്. ഇത് തീയിലോട്ട് വെക്കണം. നമ്മളെ അൽഫാം നല്ലോണം ആയിട്ടുണ്ട്. നല്ല ചെറിയ കണലിൽ ഞാൻ വേവിച്ചെടുത്തത്, അധികം തീയൊന്നും കൊടുക്കാണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. അൽഫാം റെഡിയാണ്. നമുക്കിത് വെന്തിനൊന്നും നോക്കാം. നിങ്ങൾ പല രീതിയിലും അൽഫാം കണ്ടിട്ടുണ്ടാവും, പക്ഷെ വാഴ ഇല വെച്ചിട്ട് ചുട്ടെടുത്ത അൽഫാം ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. എന്താ കളർ, നല്ലോണം വെന്ത്. വാഴ ഇലയിൽ ചുട്ടെടുക്കുന്ന അൽഫാം ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ തിന്ന അൽഫാമൊന്നും അല്ലായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു തട്ടിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ അൽഫാം ഇത് തളികയിലോട്ട് ഓരോന്നോരോന്നായിട്ട് തട്ടിലോട്ട് മാറ്റി വെക്കാം. നമുക്കിനി അടുത്തതും കൂടി എടുത്ത് നോക്കാം. നമ്മൾ അടുത്ത ഗ്രില്ലും കൂടി ഞാൻ ഓപ്പൺ ചെയ്യാണ്. എല്ലാം മാറ്റം എന്താ ഒരു ഗമ്മ് കാണാം. ഇതാണ് മോനെ യഥാർത്ഥ ടേസ്റ്റുള്ള അൽഫാം. ഈ ടേസ്റ്റിൽ നിങ്ങൾ ഇതുവരെ അൽഫാം കഴിച്ചിട്ട് കാണില്ല. ഒന്നാമത് സ്മോക്കി ടേസ്റ്റ്, അതിൻ്റെ കൂടെ ഇലയുടെ പച്ചപ്പുള്ള ഇലയുടെ ടേസ്റ്റ്, രണ്ടും കൂടി ഒന്ന് മിക്സ് ആകുമ്പോഴുള്ള ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. ഇതൊരിക്കൽ നിങ്ങൾ ഇതുപോലെ അൽഫാം നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കി നോക്കൂ, പിന്നെ നിങ്ങൾ ഇതേ ടൈപ്പിലേ ഉണ്ടാക്കുള്ളൂ. നമ്മൾ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മയോനൈസും കൊപ്പോസും കൂട്ടി കഴിക്കേണ്ടതെന്ന് കൂടി നമുക്ക് കാണാം.
ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഇല ചുട്ടെടുത്ത അൽഫാം. പച്ച മസാലയിൽ ഇല ചുട്ടെടുത്ത അൽഫാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഞാനൊന്ന് കഴിച്ച് കാണിച്ചത്. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുപ്പൂസാണ്. ഈ കുപ്പൂസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീട്ടിലുമ്പോൾ നല്ല സോഫ്റ്റ് ചൂടോട് കഴിക്കാം കുപ്പൂസ്. നമുക്കിത് മയോനൈസ് പുതിന ചട്നിയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളി കുപ്പൂസാണ്. അതിൻ്റെ കൂടെ ഈ അൽഫാമും കൂടി കഴിക്കാം. ഇതാണ് അൽഫാമും കുപ്പൂസും നല്ല മയോനൈസും കൂട്ടിയിട്ട് നിങ്ങൾക്കുള്ള പൊളി സാധനം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അൽഫാം നിങ്ങൾ പല കോലത്തിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ നിങ്ങൾ അൽഫാം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് മുന്തിരി വൈൻ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളെ കുപ്പൂസും അൽഫാമും മയോനൈസൊക്കെ, ഇതിൻ്റെ മയോനൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്, കുപ്പൂസും വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒക്കെ റെസിപ്പി വേണമെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മുന്തിരി വൈൻ ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ അൽഫാം ഒന്ന് ഈ മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക. എൻ്റെ നല്ല നല്ല വീഡിയോസും നിങ്ങൾ കാണാൻ വേണ്ടി ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ സൈനിങ് ആവും.